ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെക്നോ റിവ്യൂസ്. നമ്മുടെ വീട്ടിലെ പൈപ്പ് ലൈനിൽ നിന്ന് വരുന്ന കണക്ഷനിൽ നിന്ന് വെള്ളം വരുമ്പോൾ മാത്രമല്ല, ചെറിയ രീതിയിൽ എയർ വരുന്ന സമയത്തും നമ്മൾ അതിന് വേണ്ടിയിട്ട് ബില്ല് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതെങ്ങനെ ഒഴിവാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കാണുന്നത് പോലെ വെറും 150 താഴെ മാത്രം വില വരുന്ന ചെറിയൊരു എയർവാൽ ഉപയോഗിച്ചുകൊണ്ട് വെള്ളത്തിന്റെ ബില്ലിൽ നിന്ന് വളരെയധികം എമൗണ്ട് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്നുള്ളത് ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. ഇതാണ് എയർവാൽവ് എന്ന് പറയുന്ന ആ ഒരു സാധനം. ഇതിന് വളരെയധികം വില കുറവാണ്. 150 താഴെ മാത്രമേ വില വരുന്നുള്ളൂ. ഇതിന് പല മോഡലുകൾ കിട്ടും, പല രീതിയിൽ കിട്ടും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെക്കാനിസമാണ് ഇതിനകത്ത് വരുന്നത്. കണ്ടില്ലേ, ഇത്രേ ഉള്ളൂ. ഇത് ഞാൻ ഇച്ചിരി ടെഫ്ലോൺ ചുറ്റി വെച്ചിരിക്കുകയാണ്. ഇത് നമ്മളെ ത്രെഡുള്ള ടീയിലേക്കോ എവിടെയെങ്കിലും നമുക്ക് ജസ്റ്റ് ഫിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതോടുകൂടി പരിപാടി തീർന്നു. ഇതിന്റെ സിമ്പിൾ മെക്കാനിസം എന്താണെന്ന് ചോദിച്ചു കഴിയുകയാണെന്നുണ്ടെങ്കിൽ, ഇതിനകത്തൊരു ഗ്യാപ്പ് ഉണ്ട്. ഇതിനകത്തൊരു ഉണ്ടല്ലേ ബോൾ പോലെ ഒരു ചെറിയൊരു സംവിധാനം കൂടെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മീറ്ററിന് മുമ്പായിട്ടായിരിക്കും ഈ സാധനം കൊടുക്കുന്നത്. സോ പൈപ്പിൽ നിന്ന് വെള്ളം വരുന്ന സമയത്ത് വായുവാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് ഇതിനകത്തുള്ള ഗ്യാപ്പിൽ കൂടെ ആ വായു അങ്ങ് പൊക്കോളും. ഇനി വെള്ളമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഫ്ലോട്ട് വാൽവ് പോലെയാണ് ആ ഒരു ചെറിയ ബോൾ വർക്ക് ചെയ്യുന്നത്. ആ ബോൾ നേരെ മുകളിലേക്ക് വന്ന ആ ഗ്യാപ്പ് ഇവിടെ അടയുന്നു. അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതുവഴി ഒന്നും പോവില്ല. സോ വെള്ളം തന്നെ കൃത്യമായിട്ട് ഇങ്ങോട്ട് പോകുന്നു. വീണ്ടും ആ വെള്ളം മാറി വായു വരുമ്പോഴത്തേക്ക് ബോൾ താഴുന്നു, വെള്ളം ഇതുവഴി പോരുന്നു. അത്രയ്ക്ക് സിമ്പിൾ ആയിട്ടുള്ള മെക്കാനിസമാണ്. ഇത് നമുക്ക് തുറന്ന് നോക്കാനും പറ്റും. ഇത് കണ്ടില്ലേ, ഇത്രയും ചെറിയൊരു, ഇവിടെ മൊത്തത്തിൽ കിഴുത്തയാണ്, ചെറിയൊരു ബോൾ ഇവിടെയുണ്ട്, ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഇതിനകത്തുണ്ട്. ഇത്രയ്ക്ക് സിമ്പിളായിട്ടുള്ള ഒരു മെക്കാനിസം മാത്രമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് ഫിറ്റ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് ലൈവായിട്ട് ഇതെങ്ങനെയാണ് വെള്ളത്തിനെ കടത്തി വിടുകയും വായുവിനെ ബ്ലോക്ക് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കൃത്യമായിട്ട് ശബ്ദം കേൾപ്പിച്ചു തരികയും മീറ്ററിൽ അത് നമ്മൾ സേവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരികയും ചെയ്യാം. ഇനി ഇത് ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുപോലെയുള്ള ഒരു ടീ, ഇങ്ങനെ ത്രെഡുള്ള ടൈപ്പ് ഒരു ടീ വാങ്ങിക്കുക. ഞാനിപ്പോൾ ഓൾറെഡി ടെഫ്ലോൺ ചുറ്റിയിട്ടുണ്ട്. അതിനകത്തേക്ക് ഇത് പിരിച്ച് കയറ്റി വെക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതോടുകൂടി ഇത് സെറ്റ് ചെയ്യുന്ന പണി കഴിഞ്ഞു. ഇനി ഇതെങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ട്രാപ്പ് മെക്കാനിസം കൂടെ ഇതിന് മുമ്പ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം ഞാൻ ആദ്യം ട്രാപ്പില്ലാതെ ഡയറക്റ്റാണ് ചെയ്തത്. അങ്ങനെ ചെയ്തപ്പോൾ ചില സമയത്ത് വായുവും ഇതിനകത്തൂടെ കയറി പോകുന്നുണ്ടായിരുന്നു. അന്നേരം ഒരു അന്വേഷണം നടത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു ട്രാപ്പ് മെക്കാനിസത്തിനെ കുറിച്ച് മനസ്സിലായത്. ട്രാപ്പും കൊടുക്കുന്നുണ്ട്, അതിന് തൊട്ട് മുമ്പായിട്ട് ഞാനിവിടെ ഒരു വാൽവും കൂടെ കൊടുക്കുന്നുണ്ട്. ഇനി ഇതെങ്ങനെ കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സപ്ലൈ വരുന്നത്, അതായത് പഞ്ചായത്തിൽ നിന്നോ കോർപ്പറേഷനിൽ നിന്നോ ഒക്കെ പൈപ്പ് കണക്ഷൻ വരുന്നത് ഇവിടെ നിന്നായിരിക്കും. ഈ സൈഡിൽ വാൽവ് കൊടുക്കുന്നു. ഈ വാൽവ് നമുക്ക് ആവശ്യം ഉള്ളപ്പോൾ ഇവിടെ പൂട്ടി വെക്കാൻ പറ്റും. കാരണം എന്തെങ്കിലും ഒരു പണി ഇവിടെയോ ഇവിടെ അങ്ങോട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വാൽവ് ചെയ്യാം. വാൽവിന് തൊട്ടപ്പുറത്ത് ഈ ഒരു എയർ വാൽവ് കൊടുക്കുക. ഈ വാൽവിന് ശേഷം ട്രാപ്പ് കൊടുക്കുക. ട്രാപ്പിന് ശേഷം നമ്മളുടെ വാട്ടറിന്റെ മീറ്റർ, ആ മീറ്ററിന് ശേഷമായിരിക്കണം വീട്ടിലേക്കുള്ള കണക്ഷൻ. ഒരു കാരണവശാലും ഇത് മീറ്ററിന് ശേഷം വെക്കരുത്. വാട്ടർ സപ്ലൈയുടെയും മീറ്ററിന്റെയും ഇടയ്ക്ക് വേണം ഈ ട്രാപ്പും ഈ സാധനവും ചെയ്യാൻ. ഇനി ട്രാപ്പ് എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്രയും ഭാഗത്ത് വെള്ളം എപ്പോഴും കെട്ടിക്കിടന്നുകൊള്ളും. അങ്ങനെ കെട്ടിക്കിടക്കുമ്പോഴത്തേക്ക് വായു വരുന്ന സമയത്ത് ഇതൊരു റെസിസ്റ്റൻസ് അവിടെ വരും. ഈ വെള്ളത്തിനെ തള്ളിക്കൊണ്ട് പോകുന്നതിനേക്കാളും എളുപ്പം ഈ വഴി കൂടെ വായുവിന് പോകുന്നതായിരിക്കും. അതുകൊണ്ട് എപ്പോഴും വായു ഇതുവഴി മാത്രമായിരിക്കും പോകുന്നത്. വെള്ളം വരുന്ന സമയത്ത് ആ ഫ്ലോട്ട് വാൽവ് മേളിലോട്ട് പൊങ്ങി ആ ഗ്യാപ്പ് അടയുന്നത് കൊണ്ട് തന്നെ എപ്പോഴും വെള്ളം ഇതുവഴി മാത്രമേ പോകത്തുള്ളൂ. ഇത്രയ്ക്ക് സിമ്പിളാണ് ഇതിന്റെ മെക്കാനിസം. ഇനി ഞാനിത് ഫിറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഫിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളെ ലൈവായിട്ട് എങ്ങനെയാണ് വെള്ളം സേവ് ചെയ്യുന്നതെന്നുള്ളതും കൂടെ മനസ്സിലാക്കി തരാം. ചെയ്യാനായിട്ട് പൈപ്പുകളൊക്കെ ആദ്യമേ ഞാൻ ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുക. വെച്ചതിന് ശേഷം വശയിട്ട് ഓരോ അറ്റമായിട്ട് അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുക. സോ ട്രാപ്പ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ട്രാപ്പിൻ്റെ അറ്റത്തേക്ക്
ഇതും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി വാൽവ്. സോ അങ്ങനെ നമ്മുടെ റാപ്പിൻ്റെ സെറ്റപ്പ് എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കത് പൈപ്പ് കണക്ഷനിലേക്ക് കൊടുത്താൽ മാത്രം മതിയാവും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇതിലോട്ട് പിടിപ്പിക്കാം. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി, വെള്ളമൊക്കെ കളഞ്ഞിട്ട്. റെഡി. ഇതോടുകൂടി നമ്മുടെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ മെക്കാനിസം എന്ന് പറയുന്നത്. നേരെ പൈപ്പിൽ നിന്ന് വെള്ളം വരുന്നു, വാൽവിനകത്തൂടെ കയറി എയർ വാൽവിനകത്ത് വരുന്നു, ട്രാപ്പ് കഴിയുന്നു. ഇതിനപ്പുറത്ത് മീറ്റർ വെച്ച് കുറച്ചുകൂടെ അങ്ങോട്ട് മാറിയാണ് ഇരിക്കുന്നത്. അത് കഴിയുമ്പോൾ വീട്ടിലേക്കുള്ള കണക്ഷൻ. ഇപ്പം നമ്മൾ കേട്ടതൊക്കെ ഇത് വെള്ളം ഒരു ദിവസം മുഴുവൻ അടിച്ചു കഴിഞ്ഞിട്ട് അതിന് ശേഷമുള്ള സൗണ്ടാണ്, അതായത് എയർ പാസ് ചെയ്യുന്ന സൗണ്ടാണ്. ആ സമയത്ത് നമ്മുടെ മീറ്ററിൽ യാതൊരുവിധ മൂവ്മെൻറ്റും ഇല്ലായിരുന്നു, ഒരു റീഡിങ്ങും അതിനകത്ത് ഫോൾസ് ആയിട്ട് കാണിക്കുന്നുമില്ലായിരുന്നു. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് നമുക്ക് വാട്ടറിൻ്റെ ബില്ല് സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലായില്ലേ? അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായവർ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും സൈനിങ് ഓഫ്. ഗുഡ് ബൈ.